ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കോളേജിൽ പോകുന്ന ഓയിൽ റോഡുമിലിറങ്ങി കൂട്ടുകാരൊക്കെ വരാനുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇവിടെ വിദേശം, അതായത് യു കെയിൽ നമ്മൾ വരുന്നതിന് മുമ്പിട്ട് നമ്മൾ ആലോചിച്ച് ഉറപ്പിക്കേണ്ട ഒരു കാര്യം ഇവിടുത്തെ സാമ്പത്തിക ചെലവുകൾ. എന്നുവെച്ചാൽ ഭക്ഷണ സാധനത്തിൻ്റെ ചിലവുകൾ അത് നമ്മൾ ആദ്യം കണക്ക് കൂട്ടണം. എന്നിട്ടുള്ള ഫണ്ട് ഉണ്ടാക്കിയിട്ടേ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. കാരണം വെച്ചാൽ ഇപ്പം ഇവിടുത്തെ പൈസയൊക്കെ കൂടാൻ പോയി, അതായത് ചിലവ് കൂടാൻ പോയി. ഇപ്പം നേരത്തെയൊക്കെ വിസയ്ക്ക് നമുക്ക് ചെറിയ ഒരു മാസം 1000 പൗണ്ട്, ഏകദേശം 1,10,000 ഉറുപ്പ്യൊക്കെ നമ്മുടെ അക്കൗണ്ട് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ എംബസി അതിന് കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. വെച്ചാൽ 1 ലക്ഷം പോരാ, ഒരു 1.25 ലക്ഷമോ 1.5 ലക്ഷം ഉറുപ്പ്യൊക്കെ അക്കൗണ്ടിൽ മാസത്തേക്ക് കാണിക്കണം. ചിലവിനുള്ള പൈസ അക്കൗണ്ട് കാണിച്ചാൽ നമുക്ക് വിസ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താ കാരണം. ഞാനിന്നൊരു സൂപ്പർ മാർക്കറ്റ് പോകുന്നുണ്ട്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവിടുത്തെ വില വിവരങ്ങൾ, ഭക്ഷണ സാധനത്തിൻ്റെ വില വിവരങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അത് വെച്ചിട്ട് നിങ്ങൾ കണക്കൂട്ടിയാൽ മതി നിങ്ങൾക്കൊരു മാസം നിൽക്കണമെങ്കിൽ എത്ര രൂപ ചിലവ് വരുന്നുണ്ട്. ഈ ചിലവ് കാരണമാണ് എംബസി പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഭക്ഷണത്തിന് മറ്റേ സൗജന്യ ഭക്ഷണം എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് പോയിട്ട് അവിടെയൊക്കെ ക്യൂ നിൽക്കുന്ന വാർത്തകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പത്രത്തിലൊക്കെ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയൊന്നും ഒരു സ്റ്റുഡൻറ്റിന് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ശരിക്കും കണ്ടു നോക്കുക, എന്താണ് ഇവിടുത്തെ ഭക്ഷണ കാര്യങ്ങൾക്കുള്ള ചിലവുകൾ നോക്കുക. അപ്പോൾ നല്ല തണുപ്പുള്ള സമയമാണ്. അപ്പോൾ കാറ്റടിച്ചിട്ട് ഫോണ് താഴെ പോയതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരും ജാക്കറ്റ് ഇട്ടിട്ടൊക്കെ നല്ല തണുപ്പുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. അപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ശരി എന്നാലേ, അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് വന്ന സ്ഥലമാണ് ആൾഡി. ഇവിടെ സൂപ്പർ മാർക്കറ്റൊക്കെയാണ്. സൂപ്പർ മാർക്കറ്റിൽ വന്നെങ്കിൽ ഷോപ്പിങ്ങിന് വന്നാണ്. വൈകുന്നേരം ആയിട്ടൊന്നുമില്ല, നമ്മൾ വിചാരിക്കും പോലത്തെ ഒരു രാത്രിയൊന്നുമല്ല. ഇപ്പോൾ ആകെ സമയം കണ്ടില്ലേ, 5:30 ആയിട്ടേ ഉള്ളൂ. നല്ല ഇരുടായി. 4-4:30 ആകുമ്പോഴേക്ക് ഇരുടായിട്ടുണ്ട്. അപ്പോൾ ഷോപ്പിങ്ങിന് ഇവിടുത്തെ വില വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ വില വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിന് ഈ ഫ്യൂച്ചറിൽ കുട്ടികൾക്ക് ആരെങ്കിലും പഠിക്കാൻ വരുമ്പോൾ ഇവിടുത്തെ സാമ്പത്തിക ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു തയ്യാറാക്കിയിട്ട് വരാമല്ലോ. ഇതൊരു സാധാരണ പാക്കറ്റ് ബ്രെഡാണ്. ഇത് കണ്ടില്ലേ, ഒരു സാധാരണ പാക്കറ്റ് നമ്മുടെ നാട്ടിലെ സെയിം ബ്രെഡാണ്. കണ്ടില്ലേ, അതിൻ്റെ വിലയാണ് 1 പൗണ്ട് 1.09. ഇതേപോലത്തെ കുറച്ച് വെറൈറ്റി ഈ ടൈപ്പൊക്കെ കാണുന്നില്ലേ, അതിൻ്റെ വിലയാണ് 1.70. 1 പൗണ്ട് എന്ന് വെച്ചാൽ 107 ഉറുപ്പ്യ 108 ഉറുപ്പ്യ ഒക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു പാക്കറ്റ് ബ്രെഡിന് 110 ഉറുപ്പ്യ കൊടുക്കേണ്ടി വരും. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ, വെജിറ്റബിൾസ്, ബ്രോക്കോളിയൊക്കെ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലേ. ബ്രോക്കോളീൻ്റെ വില കണ്ടില്ലേ, 1.29. അതുപോലെ എല്ലാ സാധനത്തിനും നല്ല ഒടുക്കത്തെ വിലയാണ്. കൂണിൻ്റെ കാര്യം നോക്കണ്ട, 130 ഉറുപ്പ്യ അങ്ങനെ തന്നെ ഉണ്ട്. ഇനിയിപ്പം കണ്ടില്ലേ ഈ സാധനം, അതിന് ഒറ്റ റോളിൻ്റെ വിലയാണ് 99. എന്ന് വെച്ചാൽ 1 പൗണ്ടിന് അടുത്ത് വിലയുണ്ട്. എന്ന് വെച്ചാൽ ഒരു 75-80 ഉറുപ്പ്യ ഉണ്ടാവും ഒറ്റ പീസിന്. ഇത് നമ്മുടെ നാട്ടിലൊരു സൺഫ്ലവർ ഓയിലാണ്, 220 ഉറുപ്പ്യ. പിന്നെയുള്ള എനിക്ക് ഇതിൽ വിലക്കുറവ് എന്ന് പറഞ്ഞ സാധനം ഈ ഒലീവ് ഓയിൽ മാത്രം കേട്ടോ. അതിന് 800 ഉറുപ്പ്യ വിലയുള്ളൂ. നമ്മൾ നാട്ടിൽ 1 ലിറ്ററിന് 2000 ഉറുപ്പ്യൻ്റെ അടുത്ത് വിലയുണ്ട്. പിന്നെ ഇവിടെ അടുത്തെവിടെ ഉണ്ടാക്കുന്ന സാധനം അതിനെ കൊണ്ടാണ് ഒലീവ് ഓയിലിന് ഇത്ര വിലക്കുറവ്.
പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇതുപോലെ കോൺഫ്ലേറ്റും സാധനങ്ങളൊക്കെ കുറച്ച് വിലക്കുറവായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇതിനൊക്കെ വിലയൊക്കെ ഉണ്ട്. 100 200, 159, 160 എന്ന് വെച്ചാൽ 170, 150 ഉറുപ്പ്യൊക്കെ ഉണ്ട്. സൂപ്പർ മാർക്കറ്റ് നല്ല തിരക്കൊക്കെ ഉണ്ട്. ആൾക്കാരിങ്ങനെ വരുന്നുണ്ട്, പോകുന്നുണ്ട്. നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ്. സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് വാങ്ങിക്കാൻ. ഒക്കെ അങ്ങോട്ട് നോക്കണ്ട, അമ്മാതിരി വിലയാണ് സാധനങ്ങളൊക്കെ. ഈ ഒരു കുപ്പിക്ക് നമ്മൾ കണ്ടില്ലേ 130 ഉറുപ്പ്യൻ്റെ വിലയുണ്ട്. ടോയ്ലറ്റ് ക്ലീനർ. എനിക്കിപ്പോൾ ഒന്നും ഇതിലിപ്പോൾ ഒരു വിലക്കുറവ് സാധനം ഇതാന്ന് തോന്നുന്നു. ടോയ്ലറ്റ് ക്ലീനർ ഒരു 19 ഉറുപ്പ്യക്കൊക്കെ കിട്ടാനുണ്ട്. ഒരു കിലോ ചിക്കൻ 600 ഉറുപ്പ്യ വിലയുണ്ട് ഇവിടെ. പിന്നെ ലെഗ് പീസിന് വേറെയാണ്, കട്ട് ചെയ്ത പീസ് വേറെയാണ്. ഇത് കട്ട് ചെയ്ത് വെച്ചതാണ്. അതിൻ്റെ വിലയാണ് 5.19 എന്നുവെച്ചാൽ 500, 600, 700 ഉറുപ്പ്യ വിലയായിരുന്നു. ചിക്കൻ മസാലയൊക്കെ ഇട്ട ചിക്കൻ ഉണ്ട് 5. മസാല ഇട്ട് ചിക്കൻ 5 എന്ന് പറഞ്ഞാൽ 600 ഉറുപ്പ്യൻ്റെ അടുത്ത് ആയിന്ന് വെച്ചോ. പിന്നെ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കണ്ടില്ലേ, അടിപൊളി. ഒന്നും നോക്കണ്ട, വരിക എടുക്കുക പോയിക്കോളുക. വിലയും കുറവാണ്. ഇതൊരു കുപ്പി വാങ്ങിന് 800, 900 ഉറുപ്പ്യ, 600 ഉറുപ്പ്യ, 700 ഉറുപ്പ്യ. നല്ല അടിപൊളി ഐറ്റങ്ങളൊക്കെ ഉണ്ട്. അവിടെ ബീവറേജിന് പോയി വന്ന് ക്യൂ നിൽക്കണം, വരിയിൽ നിൽക്കണം ഒന്നും വിചാരിക്കേണ്ട. ഇത് സൂപ്പർ മാർക്കറ്റാണ്. സൂപ്പർ മാർക്കറ്റിൽ വരിക എടുക്കുക പോയിക്കോളുക. ഫുള്ള് സെറ്റപ്പ് സാധനങ്ങൾ. വോഡ്ക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ലിറ്ററൊന്നുമല്ല. വിലയൊക്കെ താഴെ കണ്ടില്ലേ. ചിലതിനൊക്കെ നല്ല വിലയുണ്ട്. 24 പൗണ്ട് 2500 ഉറുപ്പ്യൻ്റെ അടുത്തെന്ന് വെച്ചോ. പിന്നെ ചിലത് 1500, അപ്രോക്സിമേറ്റ് നോക്കി കഴിഞ്ഞാൽ 1200. അത് 1/2 ലിറ്റർ അങ്ങനെയാണ് വോഡ്ക. പിന്നെ മുകളിൽ നല്ല കട്ടക്കുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഫുൾ ഓപ്പണാണ്, ഒന്നും പേടിക്കണ്ട. വാങ്ങുക, എടുത്തുക, പോയിക്കോളുക. തണുപ്പാണ്, അതാണ് ഇതുപോലെയൊക്കെ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അമ്മാതിരി തണുപ്പാണ് പുറത്ത്. 2 പെഗ് അടിച്ചു കഴിഞ്ഞാൽ തണുപ്പൊക്കെ പമ്പ കിടക്കും. എന്ന് വെച്ചിട്ട് പഠിക്കുന്നവരൊന്നും വന്നിട്ട് പെഗ് അടിക്കാനൊന്നും മെനക്കാടണ്ട കേട്ടോ. എന്നാൽ പിന്നെ ആജീവനാന്ത കൂടെ പഠിത്തം തന്നെയായിരിക്കും ഉണ്ടാവും. ഇതാണ് ബില്ലിംഗ് കൗണ്ടറൊക്കെയാണ്. സ്വന്തമായിട്ട് ബില്ല് പോവുക, അടിക്കുക, പൈസ അവിടെ കൊടുക്കുക, കാർഡ് സ്വന്തം ചെയ്ത് സ്വന്തം പോവുക. അങ്ങനെ ആടെ അടിച്ചു തരാനും കൗണ്ടറിലൊന്നും ആരുമില്ല. എത്ര പ്രായമായിക്കാളും സ്വന്തം അടിക്കുക, പോയിക്കോളുക. അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലായിക്കൊണ്ടല്ലോ ഇവിടെ വന്നിട്ട് പഠിച്ചിട്ട് നാട്ടിൽ പോകുമ്പോൾ എന്ത് ചിലവ് വരും എന്നുള്ള കാര്യം. ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ എത്ര ചിലവ് വരും എന്നുള്ള കാര്യമൊക്കെ ഇപ്പോൾ മനസ്സിലായില്ലേ. ജീവിച്ചു പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 1 കിലോ അരിക്ക് 100. അപ്പോൾ ഉണ്ണുമ്പോൾ അന്ന് കോപ്പി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി പിന്നെ കാണിച്ചു തരാം. റൈസ് അപ്പോൾ ഈ വീഡിയോ കണ്ടത് ഇത്രയൊക്കെ തന്നെയാണ്. ഇവിടുത്തെ താമസ കാര്യങ്ങൾക്കൊക്കെയുള്ള ചിലവും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കുക, അതിനനുസരിച്ച് പൈസയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് വരിക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കൂടുതൽ ഇൻഫർമേഷനായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.